വരട്ടെ. ഹായ്, ഇതാണ് എൻ്റെ ചോദ്യം. അച്ഛൻ്റെ കരിയറിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗോള് ഏതാണ്? മോനല്ലേ? മോനാണ്. മോനിപ്പോ വലിയ കളിക്കാരനാന്ന് കേട്ടല്ലോ. കളിക്കാന്ന് പറഞ്ഞാൽ കോളേജിൽ കളിച്ചോ, കേരളമല്ലേ പഠിച്ച ആ ചേട്ടൻ പഠിച്ച കോളേജിലാണ് പഠിച്ചത്. അപ്പൊ കോളേജ് ടീമിന് കളിക്കായിരുന്നു. ഇപ്പോ അവൻ വീഡിയോ അനലൈസിങ് ഫുട്ബോളിന്റെ തന്നെ പഠിക്കാൻ വേണ്ടി ബോംബെയില് പിന്നെ അവനെ വിജയൻ ഒരു കളിക്കാരനാക്കാനുള്ള ഒരു പരിപാടിയും ചെയ്തില്ലേ? ചെയ്തു. അപ്പോ അമ്മയുടെ പോലെ ഒത്തിരി തടി കൂടുതലാ. നമ്മുടെ ബോഡി സ്ട്രക്ചർ അല്ല, എന്റെ താഴെയുള്ള ആളും ഇവനും മൂത്ത ആളാണ് എന്റെ ശരീരം കിട്ടിയിട്ടുള്ളത്, സ്ലിം ആയിട്ട്. മറ്റേ രണ്ടുപേരും അമ്മയുടെ പോലത്തെ ബൾക്കിയാണ്. അപ്പൊ ഇവനെ നമുക്കൊന്ന് ചവിട്ടി തിരുമണായിരുന്നു നേരത്തെ. നേരത്തെ പക്ഷെ നമ്മള് സ്നേഹം കൊടുത്തു, ഒരുപാട് അല്ല, നമ്മളൊന്നും ആ സമയത്ത് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ലോ. ഉള്ള സമയത്ത് കഴിച്ചോ കഴിക്കണ്ടെന്ന് പറയാറില്ല. പൊറോട്ട അടീന്റെ വീരനായിരുന്നു അന്നത്തെ കാലത്ത് അവൻ. പൊറോട്ട നന്നായി കഴിക്കും. പൊറോട്ടക്കാരനാണ് നമ്മള് കഴിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല നല്ല ഭാഗത്ത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടം പോലെ കൊടുക്കും. അതാണ് നമുക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾ മുഴുവൻ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കും. അത് കൊടുത്തു. അത് നമ്മുടെ തലമുറയുടെ പ്രത്യേകത. അതുകൊണ്ട് തടി വെച്ചു പോയതാ. പക്ഷെ അവൻ മരത്തെ കയറിയിട്ടുണ്ടാവില്ല. നമ്മളാണ് മരത്തെ കയറും. അന്നത്തെ കാലത്ത് മരത്തിൽ കയറുന്നു, തലതലി വീണിട്ടൊന്നുമില്ല മരത്തിന്റെ മുകളിൽ നിന്ന്. അതെ. ബെസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളുകൾ കുറെ അടിച്ചിട്ടുണ്ട്, നല്ല ഗോളുകൾ എന്ന് പറയാൻ കുറെ അടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് കാലിക്കറ്റ് സിസേഴ്സ് കപ്പിലെ സിസർ കട്ട് ഗോളാണ്. പക്ഷെ ബാക്ക് സിസർ അടിച്ച് ഗോളും ഞാൻ അതിൽ മുന്നേ കുറേ കൽക്കട്ടയിൽ ഇപ്പോൾ മോഹൻബാനും മോഹമ്മഡൻസ് കളിക്കാൻ ഈസ്റ്റ് ബംഗാൾ അവരെതിരെ കുറേ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് കളി, കോഴിക്കോട് അത്ര ഇത് ജനം, ഞാൻ കളിക്കുന്ന JCT ടീമിന് അഗൻസ്റ്റ് കളിക്കുന്ന പുറത്തുള്ള ടീം ഫൈനലിൽ ഫെയർലെസ് എന്ന് പറഞ്ഞ ഫൈനൽ ഒരു മലേഷ്യൻ ടീമാണ് കളിക്കുന്നത്. അത് ലാസ്റ്റ് കളി കഴിയാൻ 10 മിനിറ്റ് അങ്ങോട്ടേ ഉള്ളൂ. അത്രയും ടഫ് മാച്ച്. കാണികൾ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് പിന്നെ പറയണ്ടല്ലോ, കോഴിക്കോട് കളിയാന്ന് അറിഞ്ഞൂടെ. അത് തജിന്ദർ ക്രോസ് ചെയ്യുന്നു, കുറെ ഭാഗ്യവും കുറെ പ്രാക്ടീസ് ചെയ്തതും എല്ലാം കൂടെ ആ ടൈമിൽ നമുക്ക് ആ ഷാർപ്പ് സെക്കൻഡിൽ ചിന്തിക്കുന്നു, ഇങ്ങനെ ട്രൈ ചെയ്യുന്നു, ഗോളാവണു. ആ ഒരു ഗോളിനെയാണ് ജയിക്കണത്. അതെപ്പോഴും ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും എല്ലാവരും ആ ഗോള് എല്ലാവരും ഓർമ്മിച്ചിരിക്കുന്ന ഒരു ഗോളാണ്.